അപ്പോൾ നമസ്തേ നമസ്കാരം. അപ്പോൾ ഇസൈ പുയൽ റഹ്മാൻ, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഞാൻ റഹ്മാൻ പ്ലസ് അനിരുദ്ധിനെ കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കീഴെ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട്. അതിന് മുൻപ് ചെയ്തിരിക്കുന്ന വീഡിയോസിൽ വന്നിരിക്കുന്ന റഹ്മാനെ കുറിച്ചുള്ള കുറച്ച് കമൻസുകളുണ്ട്. അത് ഞാൻ വായിക്കാം. അതിൽ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഒരു അനിരുദ്ധ് ഫാൻസ്, അനിരുദ്ധ് ഫാൻസ് പക്ക ആൾക്ക് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ആവശ്യത്തിന് അറിവുണ്ട്. അനിരുദ്ധ് ഫാൻസിന് വളരെ ചുരുക്കം പേരിൽപ്പെട്ട ഒരാളാണത്. അദ്ദേഹം അത്യാവശ്യം ഒത്തിരി അറിവുകളുണ്ട്. അദ്ദേഹം കേട്ടിരിക്കുന്ന, അദ്ദേഹം ചെയ്തിരിക്കുന്ന പാട്ടുകളടക്കം നമുക്ക് ലിസ്റ്റ് തന്നെ വിട്ട് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം വിട്ടിരിക്കുന്ന ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. ബ്രോ, ഐ ആം ഡെ ഹാർഡ് അനിരുദ്ധ് ഫാൻ ബോയ് ആണ്. പക്ഷേ ഒരിക്കലും റഹ്മാൻ സാറിനെ വിമർശിക്കാൻ നിന്നിട്ടില്ല. കാരണം എന്താണെന്നറിയാം നമുക്ക്. റഹ്മാൻ സാർ അദ്ദേഹം വേറെ ലെജൻഡാണ്. ബിഗ് സല്യൂട്ട്. ആ ഒരു കാര്യം അനിരുദ്ധ് ഫാൻസിൽപ്പെട്ട ഒരാളാണ് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കി വായിക്കട്ടോ. ഇവൻ അനിരുദ്ധിനെ പോലും സാറിൻ്റെ സോങ് കേട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് പിയാനോ അദ്ദേഹം ചെറുപ്പത്തിൽ കയ്യിലെടുത്തത്. അതായത് റഹ്മാൻ്റെ മ്യൂസിക് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ റഹ്മാൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ റഹ്മാൻ്റെ ആ ഒരു വർക്കുകൾ കണ്ടിട്ടാണ് പിയാനോ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ കയ്യിലെടുത്തിരിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കുറേ വീഡിയോസൊക്കെ, പഴയകാല വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അനിരുദ്ധ് റഹ്മാൻ്റെ ഒക്കെ ഒപ്പം അത്യാവശ്യം പിയാനോ യൂസ് ചെയ്യുന്നതൊക്കെ. അനിരുദ്ധ് എന്ന മ്യൂസിഷ്യൻ ഒരിക്കലും സാറിൻ്റെ പോലെയുള്ള മ്യൂസിക്കൽ സ്ട്രാറ്റജി അല്ല എന്നാണ് പറയുന്നത്, പ്രയോഗിക്കുന്നത്. അനിരുദ്ധ് ഹീസ് എ റോക്ക് സ്റ്റാർ ആൻഡ് സൂപ്പർ സ്റ്റാർ മ്യൂസിക് ഡയറക്ടർ ഇൻ ഇന്ത്യ. സാർ പൊതുവേദിയിൽ പറഞ്ഞതാണ് ഹീസ് എ സൂപ്പർ സ്റ്റാർ മ്യൂസിക് ഡയറക്ടർ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അനിരുദ്ധിനെ കുറിച്ച് കൃത്യമായ ഒരു കാര്യങ്ങൾ, അനിരുദ്ധിൻ്റെ കട്ട ഫാനായി ഇദ്ദേഹം ഒത്തിരി പാട്ടുകൾ, അദ്ദേഹം ചെയ്തിരിക്കുന്ന പാട്ടുകൾ ഒരു വമ്പൻ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അത്രയും ആഴത്തിലാണ് അനിരുദ്ധിനെ അദ്ദേഹം ഹൃദയത്തോട് ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് റഹ്മാൻ സാറിനെ ഒരിക്കലും തള്ളിപ്പറയാൻ സാധിക്കില്ല, അദ്ദേഹം ലെജൻഡാണെന്ന്. തീർച്ചയായിട്ടും ഒരു സല്യൂട്ട് വീണ്ടും. അപ്പോൾ ഇസൈ പുയൽ റഹ്മാൻ സാറിനെ കുറിച്ച് കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. ആ കമൻസ് കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. അനിരുദ്ധിനെ മാത്രം വായിച്ചാൽ പോലെ റഹ്മാൻ സാറിൻ്റെ ഫാൻസ് നമുക്ക് കട്ട ഫാൻ തന്നെയാണ്. എടോ മുത്തേ, താങ്കൾക്കറിയില്ലായിരിക്കും, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 മ്യൂസീഷ്യനാണ് റഹ്മാൻ. അദ്ദേഹത്തെ വെച്ച് വേറൊരാളെ താരതമ്യം ചെയ്യാനേ പറ്റില്ല. അറിയോ മുത്തേ? അപ്പോൾ താരതമ്യം ചെയ്യാൻ താങ്കൾ ആരാ? കഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം റഹ്മാൻ്റെ ആ ഒരു ലെജൻഡ് പദവി, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ആസ്വദിക്കുന്നൊരു പ്രേക്ഷകനാണ്. റഹ്മാൻ ഫാനാണ് ശരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്നത് റഹ്മാൻ പീക്ക് ടൈം ഇപ്പോൾ ആണെങ്കിലോ. ജസ്റ്റ് ഇമാജിൻ ചിക് പക്, മുക്കാല, ഒട്ടകത്തെ, എന്നവളെ, അടി എന്നവളെ, അറബിക്കടലോരം ഒക്കെ ഇന്നാണ് ഇറങ്ങുന്നതെങ്കിൽ അനിരുദ്ധ് ഓടിയ വഴിക്ക് പുല്ല് മുളക്കൂല. പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുന്ന പാട്ടുകൾ അനിരുദ്ധ് ആവൂല എന്ന് ജപ്പാനിൽ കണ്ടതാണ്. ജസ്റ്റ് തമിഴിൽ നിന്ന് മൊഴി മാറ്റിയ പാട്ടുകൾ പോലെയുണ്ട്. റഹ്മാൻ മെസ്സി ആണെങ്കിൽ അനിരുദ്ധ് CR7 അല്ലെങ്കിൽ നെയ്മർ, അത്രയേ ഉള്ളൂ എന്നാണ് ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. അതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ റഹ്മാൻ ഒരു ഒഴുകുന്ന മ്യൂസീഷ്യനാണ്. അത് കറക്റ്റാണ്. പിന്നെ വെടിക്കെട്ടിൻ്റെ ആളാണ്. വെടിക്കെട്ടാ? എന്ത് വെടിക്കെട്ട്? പുള്ളി ഉദ്ദേശിച്ച മറ്റേ തട്ടുപൊളിപ്പം പാട്ടായിരിക്കും അല്ലേ, തിയേറ്ററൊക്കെ വിളിക്കണത്. അത് എല്ലാവർക്കും ഒരേ മൈൻഡിൽ കാണാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ വീണ്ടും അദ്ദേഹം കമൻറ്റ് വന്നിട്ടുണ്ട്. മ്യൂസിക് മോശമായിട്ടാണോ രാജ്യം മൊത്തം അവൻ്റെ കൺസേർട്ടിന് ആളുകൾ വെയിറ്റ് ചെയ്യുന്നത്? ചിന്തിക്കൂ മാൻ എന്നും പറഞ്ഞൊരു മെസ്സേജ് നമ്മൾ ആക്കി ചോദിച്ചേക്കണതാണ്. കുഴപ്പമൊന്നുമില്ല, അത് തിയേറ്റർ വെറുതെ കുലുങ്ങാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, കാത് കേൾക്കാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, പൊട്ടിത്തെറിക്കൂല, വേറെ വിഷയമൊന്നുമില്ല. കാരണം ഈ തിയേറ്റർ ഇങ്ങനെ കുലുക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്ത് ചെയ്യാനാണ്? ഒന്ന് ഇരുന്ന് കേൾക്കാൻ പറ്റുമോ പട്ടക്ക? അപ്പം പിന്നെ ഇസൈ പുയൽ റഹ്മാൻ്റെ ഒരു കട്ട ചങ്ക് ഫാൻ വന്നിട്ടൊരു പക്ക കിടുകാച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കാം. പകരം വെക്കാനില്ലാത്ത ഒരേ ഒരു രാജാവാണ് റഹ്മാൻ. പൊന്നി രോമാഞ്ചം. കിങ് ഓഫ് മ്യൂസിക്, ലിവിംഗ് ലെജൻഡ്, വൺ ആൻഡ് ഓൺലി റഹ്മാൻ, ഇസൈ പുയൽ. അടുത്തൊരു കമൻറ്റ് നമുക്ക് വായിക്കാം. റഹ്മാൻ, ഇളയരാജ, ഇന്നേ വരെ ഇവരോളം ഒരു സംഗീത സംവിധായകരും എത്തിയിട്ടില്ല.
അതിനോട് പൂർണ്ണമായിട്ടും എനിക്ക് യോജിക്കാൻ പറ്റില്ല. എന്നാലും ഹൃദയത്തിനകത്ത് എ ആർ റഹ്മാൻ ഉള്ളതുകൊണ്ട് ഓക്കെ അടിക്കേണ്ടി വരും. പിന്നെ അതിന് ശേഷം ഇനിയൊരു നെക്സ്റ്റ് കമൻറ്റ് വന്നിരുന്നു, വായിച്ചു നോക്കാം. കണ്ണാപ്പികൾക്ക് മാത്രമേ എ ആറിനെ കുറ്റം പറയാൻ പറ്റൂന്ന്. അടുത്ത കമൻറ്റ്, എ ആർ റഹ്മാൻ മലയാളത്തിൽ രവീന്ദ്രനാണെങ്കിൽ അനിരുദ്ധ് ജാസി ഗിഫ്റ്റാണ്. ഇവരെ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കുത്തിയുള്ളൊരു ചോദ്യമാണ്. എന്നാലും നമ്മൾ ഇട്ടേക്കണം. അടുത്തത്, എ ആർ റഹ്മാൻ അത്ഭുതം, നമ്മുടെ അഭിമാനം. വേറൊരു കമൻറ്റ് വന്നിരിക്കുന്നത്, റഹ്മാൻ ഇവിടെ കിടക്കുന്നു, അനിയ ഇവിടെ കിടക്കുന്നു. എ ആറിൻ്റെ അടുത്തെത്താൻ ഇന്ത്യയിൽ വേറെയൊരു ശിഷ്യനുമാവില്ല. അത് അദ്ദേഹം പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് കമൻറ്റ് പറഞ്ഞത്, എ ആർ റഹ്മാൻ വേറെ ലെവലാണെന്നാണ് പറയുന്നത്. അപ്പോൾ എ ആർ റഹ്മാൻ പ്ലസ് അനിരുദ്ധിൻ്റെ ആ വീഡിയോനടിയിൽ വളരെ മോശവത്തായ രീതിയിലുള്ള കമൻസുകൾ ഞാൻ എടുത്തിട്ടില്ല. അടുത്ത ദിവസം ഞാൻ അതെടുത്ത് പുറത്തിടും. തീർച്ചയായിട്ടും എ ആർ റഹ്മാൻ്റെ കട്ട ഫാൻസ് വീണ്ടും അതിനകത്തേക്ക് വന്ന് കമൻറ്റുകൾ കുത്തി നിറയ്ക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും കട്ട വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെയും ബൈ.